ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. യുവ പാറ്റകളും സിനിക്കുകളും. കോക്രോച്ച് അഥവാ പാറ്റകളെക്കുറിച്ച് പൊതുവെ സാധാരണയായി നാം പറഞ്ഞു പോരാറുള്ള ഒരു വാചകമാണ് പാറ്റകൾ ആണവ യുദ്ധത്തെയും അതിജീവിക്കും എന്നുള്ളത്. എന്നാൽ അതേസമയം പാറ്റകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടായാൽ നമ്മൾ അവയെ നശിപ്പിച്ച് കളയുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തൊഴിൽ രഹിതരായ നമ്മുടെ യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചത്. ഇന്നലെ, അതായത് ജൂൺ 6-ാം തീയതി ശനിയാഴ്ച, ഞാനും ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പോയിരുന്നു പാറ്റകളുടെ സമ്മേളനം കാണുവാൻ. പിന്തുണ പ്രഖ്യാപിച്ചു പോയതല്ല, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് കാണാൻ പോയതാണ്. അതിനുള്ള ഒരേ ഒരു കാരണം, അത് ഈ രാജ്യത്തെ കൗമാരക്കാരുടെയും യുവാക്കളുടെയും സംരംഭമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കണം എന്നുള്ള ആവശ്യമായിരുന്നു ഇന്നലത്തെ ആ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഈ അപേക്ഷയിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഉന്നയിച്ച ഈ ആവശ്യത്തിൻ്റെ അപേക്ഷയിൽ ഒപ്പിട്ടത് 8 ലക്ഷം പേരാണ് എന്നത് വളരെ നിർണായകമായ ഒന്നാണ്. ഒരു ചെറിയ കാലയളവിൽ യുവജന മുന്നേറ്റം ഉണ്ടാക്കിയ സ്വാധീനത്തിൻ്റെ തെളിവ് തന്നെയാണ് അത്. പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് പതിവായി എല്ലാ ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെയും ആമുഖമായി ഞാൻ പറയുന്ന അഭ്യർത്ഥന ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണം എന്നുള്ളതാണ് അപേക്ഷ. ഈ ലക്കം ദില്ലി ദാലി പോഡ്കാസ്റ്റ് പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ യുവ പാറ്റകളെ സിനിക്കലായി, ദോഷൈക ദൃക്കുകളായി കാണുവാൻ ശ്രമിക്കുന്ന കുറേ ആളുകളെക്കുറിച്ചാണ്. 2 തരത്തിലുണ്ട് ഈ സിനിക്കുകൾ. ഒന്നാമത്തെ വിഭാഗം ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന ഭരണ സംവിധാനത്തിൻ്റെ, ആ ഭരണ സംവിധാനത്തിന് ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ, ആ ഭരണ സംവിധാനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഒന്നാം വിഭാഗത്തിലുള്ള സിനിക്കുകൾ. രണ്ടാം വിഭാഗത്തിലുള്ള സിനിക്കുകൾ, ഈ 2 വിഭാഗം സിനിക്കുകളും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ആദ്യ സമ്മേളനത്തിൻ്റെ പരാജയം ആഗ്രഹിച്ചവരാണ് എന്നതാണ് ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ രണ്ടാമത്തെ സിനിക്കുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഖ്യധാരയിലുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരും അനുയായികളും ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ് ഈ രണ്ടാം വിഭാഗം സിനിക്കുകൾ. ഒന്നാമത്തെ വിഭാഗം ഭാരതീയ ജനതാ പാർട്ടിയുടെയും ആ പ്രത്യയശാസ്ത്രത്തിൻ്റെയും സഹയാത്ര നടത്തുന്നവരാണെങ്കിൽ, രണ്ടാം വിഭാഗം സിനിക്കുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ചിതറിക്കിടക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ അനുയായികളാണ്. ഈ സിനിക്കൽ ആയിട്ടുള്ള അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന വിഭാഗമോ വിദ്യാർത്ഥി വിഭാഗമോ വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു ഏകോപനം ഈ പുതിയ 1 മാസത്തിൽ താഴെ മാത്രം പ്രായമുള്ള ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് സാമൂഹ്യ മാധ്യമത്തിലൂടെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തങ്ങളുടെ നേതൃത്വത്തിൽ മാത്രമേ ഈ രാജ്യത്തിൽ കാര്യങ്ങൾ നടക്കാവൂ, തങ്ങളുടെ നേതൃത്വത്തിൽ മാത്രമേ ഈ രാജ്യത്ത് ഒരു ഭരണമാറ്റം നടക്കാവൂ, തങ്ങളുടെ പ്രതിഷേധത്തിൽ കൂടി മാത്രമേ ഈ രാജ്യത്ത് ഭരണകൂടം തെറ്റുകൾ തിരുത്താവൂ എന്ന് വിശ്വസിക്കുന്ന രീതിയിലുള്ള ചരിത്രഭാരം ചുമക്കുന്നവരാണ് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ. എന്നാൽ ഈ ചരിത്രഭാരം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു വിഭാഗം ചെറുപ്പക്കാരാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത്. ഇത് ഒരു മുഹൂർത്തമാണ്. ഞാനിതിനെ വലിയ അർത്ഥതലത്തിലൊന്നും കാണുന്നില്ല. ഇത് ഇന്ത്യയിലെ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമായിട്ട് മാറാൻ പോവുകയാണെന്നോ, ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതൊരു വെല്ലുവിളിയായിട്ട് വളരുമെന്നോ എന്നുള്ള യാതൊരു വിചാരവും എനിക്കില്ല. പക്ഷേ ഈ മോമെൻറ്റിൻ്റെ പ്രാധാന്യം നാം കാണാതിരിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് സിനിക്കലായിട്ട് ഈ മൂവ്മെൻറ്റിനെ കാണുന്നവരോട് ചെയ്യാനുള്ള ഒരേ ഒരു അഭ്യർത്ഥന. സിനിക്കലായിട്ട് കാണുന്നവരുടെ ചരിത്ര
ചരിത്രത്തിനെക്കുറിച്ചുള്ള ബോധ്യം എന്ന് പറയുന്നത് അവർക്ക് ആവേശം നൽകുന്ന ഒന്നായിരിക്കണം. തീർച്ചയായിട്ടും കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്നവർക്ക് കോൺഗ്രസിൻ്റെ ചരിത്രം ആവേശം നൽകുന്നതാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവർക്ക് ആ പ്രത്യയശാസ്ത്രം ആവേശം നൽകുന്നതാണ്. അവരുടെ ചരിത്രം ആവേശം നൽകുന്നതാണ്. എന്നാൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ 8 കോടി യുവാക്കളുടെ, കൗമാരക്കാരുടെ, വിദ്യാർത്ഥികളുടെ ഒരു അനുയായി വൃന്ദമുണ്ടാക്കിയ ഈ പ്രതീതി സംഘടന ഇത്തരം ചരിത്രഭാരങ്ങൾ ഇല്ലാത്ത കുട്ടികളുടെയും കൗമാരക്കാരുടെയും യുവാക്കളുടെയും ഒരു കൂട്ടായ്മയാണ്. അവർക്ക് ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ സംവിധാനങ്ങളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ ചരിത്രഭാരങ്ങളില്ല. അവർക്ക് നിരാശയോ ഡിസപ്പോയിൻമെൻറ്റോ ആണ് ഈ പ്രമുഖ രാഷ്ട്രീയ സംഘടനകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് നാം കാണാതിരുന്നുകൂടാ. അതാണ് ഈ മുഹൂർത്തത്തിൻ്റെ മറ്റൊരു ചരിത്ര പ്രാധാന്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇന്നലെ ജന്തർ മന്ദിറിൽ പോയിരുന്നു. ഞാൻ രാവിലെ ഒരു 9-9:15 ആയപ്പോഴേക്കും അവിടെ ചെന്നിരുന്നു. വളരെ കുറച്ച് പേരെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മാക്സിമം ഒരു 150-200 പേർ. അതിൽ കൂടുതലും മാധ്യമപ്രവർത്തകരായിരുന്നു. പ്രത്യേകിച്ച് യൂട്യൂബേഴ്സൊക്കെ ആയിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളെ വളരെ കുറച്ചേ അവിടെ കണ്ടുള്ളൂ. മലയാളി മലയാളത്തിലുള്ള ന്യൂസ് ചാനലുകളെല്ലാം തന്നെ വളരെ സജീവമായിട്ട് അവിടെ ഉണ്ടായിരുന്നു താനും. ഇത്ര ആളുകൾ ഉണ്ടായാൽ പോരല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രതികരണം. എന്നാൽ പതുക്കെ ചെറുപ്പക്കാർ അവിടേക്ക് ഒഴുകിയെത്തുന്നതാണ് ഞാൻ കണ്ടത്. ഉച്ചതിരിഞ്ഞ് ഞാൻ അവിടെ നിന്നും പിരിയുമ്പോഴേക്കും സാധാരണ ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രതിഷേധ യോഗങ്ങളിൽ, അതായത് ഇന്ത്യയിലെ സംഘടിതരായിട്ടുള്ള സംഘടനകൾ, ഇന്ത്യയിലെ സംഘടിതരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ത്യയിലെ സംഘടിതരായിട്ടുള്ള മുന്നണികൾ നടത്താറുള്ള പ്രതിഷേധ യോഗങ്ങൾക്ക് വരുന്നത്ര ആളുകൾ ഉച്ചതിരിഞ്ഞപ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അസംഘടിതരായിരുന്നു ഈ ചെറുപ്പക്കാർ എന്നുള്ളത് നാം കാണാതിരിക്കരുത്. ആം ആദ്മി പാർട്ടി അവിടെ നടത്താറുള്ള പ്രതിഷേധ സമ്മേളനത്തിനെക്കുറിച്ചോ ഇൻ്റർനാഷണൽ കോൺഗ്രസ്സോ അവരുടെ യുവജന സംഘടനകളോ നടത്തുന്ന സമ്മേളനങ്ങളെക്കുറിച്ചോ, ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ ജന്തർ മന്ദിറിൽ നടത്തുന്ന സംഘടിതമായിട്ടുള്ള യോഗങ്ങളെക്കുറിച്ചോ, ഹിന്ദു ജാഗരണ സഭകൾ നടത്തുന്ന സംഘടിതമായിട്ടുള്ള യോഗങ്ങളെക്കുറിച്ചോ, ആ യോഗങ്ങളെക്കുറിച്ചൊക്കെ ആ യുഗങ്ങളെ കാണുന്നത് പോലെ ഈ യോഗത്തിനെ നമുക്ക് കാണാൻ കഴിയില്ല. തികച്ചും അസംഘടിതരായിട്ടുള്ള കുറേ ചെറുപ്പക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞ് അവിടെ വരികയായിരുന്നു എന്നുള്ളത് നോക്കിക്കണ്ട ഒരാളാണ് ഞാൻ. മറ്റൊരു കൂട്ടർ ഇതിനെ നോക്കിക്കാണുന്നത് ഡൽഹിയുടെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ആം ആദ്മി പാർട്ടിയുടെ മൂവ്മെൻറ്റുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ്. ആം ആദ്മി പാർട്ടിയുടെ യോഗങ്ങളിൽ, ആദ്യകാല പ്രതിഷേധ യോഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തിരുന്നത്. പക്ഷേ അതിലേക്ക് നയിച്ച കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. കുറേ സംഭവ വികാസങ്ങൾ മാത്രമല്ല, സംഘടിതമായ ശ്രമങ്ങളുണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് വർക്കുകളുണ്ടായിരുന്നു, പശ്ചാത്തല സംവിധാനങ്ങളുണ്ടായിരുന്നു, അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, നിർഭയ പ്രസ്ഥാനമുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു സാമൂഹ്യ സാഹചര്യവും അങ്ങനെ ഘട്ടം ഘട്ടമായി വളർന്നു വന്ന ആം ആദ്മി പാർട്ടി നടത്തിയ വലിയ സമ്മേളനങ്ങളെ ഈ ചെറിയ മൂവ്മെൻ്റ് ഉണ്ടാക്കിയ ചരിത്ര മുഹൂർത്തവുമായി താരതമ്യപ്പെടുത്തരുത് എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം 1 മാസത്തിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു വികാരമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളത്. അതൊരു സംഘടനാ സംവിധാനം അല്ല, അങ്ങനെ ആയിട്ടില്ല. ഇന്നലെ ജന്തർ മന്ദിറിൽ ഉയർന്ന മുദ്രാവാക്യം എല്ലാം തന്നെ ധർമ്മേന്ദ്ര പ്രധാനെതിരെയുള്ളതായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ളതായിരുന്നു. പിന്നെ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഗോദി മീഡിയയ്ക്ക് എതിരെയുള്ളതായിരുന്നു. അവിടെ വന്ന മുഖ്യധാര, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ TV ചാനലുകൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഗോദി മീഡിയ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറയുന്ന മുദ്രാവാക്യം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. എന്നാൽ മറ്റൊന്നുകൂടി ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇന്നലെ ജന്തർ മന്ദിറിൽ നടന്ന മുന്നേറ്റം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളോടുള്ള അസംതൃപ്തി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മുഖ്യധാര പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇങ്ങനെയൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല? എത്ര വിദ്യാർത്ഥികൾ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്തു? എത്ര പേർ വരും ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്തേക്കാം? അവർ ചെയ്യാതിരിക്കട്ടെ.
നിരന്തരം മാസങ്ങളോളം വർഷങ്ങളോളം തയ്യാറായിട്ട് പരീക്ഷ പോയി എഴുതി കഴിയുമ്പോൾ ആ പരീക്ഷയുടെ ചോദ്യക്കടലാസുകൾ നേരത്തെ ചോർന്നു എന്നറിയുക, ആ പരീക്ഷയുടെ ഉത്തരങ്ങൾ പരിശോധിക്കുന്ന സംവിധാനങ്ങൾ അപ്പാടെ അട്ടിമറിക്കപ്പെട്ടു എന്നറിയുക, വീണ്ടും 1-2 ആഴ്ചകൾക്കകം പരീക്ഷ എഴുതേണ്ടി വരിക. ഇത് ദാരുണമായ ഒരു സംഭവമാണ്. പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന കുട്ടികളുള്ള അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തയ്യാറായ കുട്ടികൾ ഉള്ള വീടുകളിലെ എല്ലാ പേരൻസിനും, എല്ലാ രക്ഷിതാക്കൾക്കും, എല്ലാ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഒക്കെ പ്രതിഷേധം ഒരുപക്ഷെ ഈ രാജ്യം ഭരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയോട് മാത്രമായിരിക്കില്ല, ഈ രാജ്യത്തെ പരാജയപ്പെടുത്തുന്ന പ്രതിപക്ഷ പാർട്ടികളോടുകൂടിയാണ് എന്നത് കാണേണ്ടതാണ്. ഇന്നലെ ജന്തർ മന്ദറിൽ വന്ന ആൾക്കൂട്ടത്തിനെ വെച്ചിട്ട് ഈ മൂവ്മെൻറ്റിൻ്റെ പ്രസക്തിയെ കുറച്ച് കാണരുത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മൂവ്മെൻറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യത്തിൽ 8 ലക്ഷം പേർ ഇന്ത്യയിൽ ഒപ്പിട്ടത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനോടകം തന്നെ 2 കോടി ജനങ്ങൾ ഈ മൂവ്മെൻറ്റിൽ അംഗമായി കഴിഞ്ഞിരിക്കുന്നത്? ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്, ഞാൻ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അനുയായിയല്ല, ഞാൻ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അംഗമല്ല, ഞാൻ കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്നയാളുമല്ല. ഞാൻ ഈ മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിഷ്പക്ഷമായി പറയാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്നലത്തെ യോഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. തികച്ചും അസംഘടിതരായ കുറേ യുവാക്കൾ ഒന്നിച്ചു ചേരാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന അപാകതകൾ ഇന്നലത്തെ സമ്മേളനത്തിനുണ്ടായിരുന്നു. അവിടെ ഒരു വേദിയില്ലായിരുന്നു. നേരത്തെ പോലീസിൻ്റെ അനുമതി തേടാത്തത് കാരണം കൃത്യമായ ഉച്ചഭാഷിണി സംവിധാനങ്ങളില്ലായിരുന്നു. ഒരു സ്റ്റേജില്ലായിരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അമേരിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വന്നോ വന്നില്ലയോ എന്നറിയാനുള്ള സംവിധാനമില്ലായിരുന്നു. എപ്പോഴാണ് അവിടെ അദ്ദേഹം എത്തിച്ചേർന്നതെന്ന് അറിയാനുള്ള സംവിധാനങ്ങളില്ലായിരുന്നു. അതുപോലെ തന്നെ പല പല കൂട്ടം കൂടി പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങളും പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും നടക്കുകയായിരുന്നു. അതിനൊരു ഏകോപന സ്വഭാവമില്ലായിരുന്നു. ഇതിനെല്ലാം കാരണം ഓൺലൈനിലൂടെ ആവശ്യപ്പെട്ടിട്ട് കുറേ ചെറുപ്പക്കാർ ഇന്ത്യൻ ദേശീയ പതാകയും ഇന്ത്യൻ ഭരണഘടനയും ഡോക്ടർ അംബേദ്കറുടെയോ മഹാത്മാഗാന്ധിയുടെയോ ഭഗത് സിംഗിൻ്റെയോ പടങ്ങളുമായി അവിടെ എത്തുകയായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് യാതൊരു ധാരണയുമില്ലായിരുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനമില്ലായിരുന്നു. ഇതിനെല്ലാം കാരണം പെട്ടെന്നുണ്ടായൊരു സംഘടന. ഇതിനു മുൻപ് ഇത്തരം യോഗങ്ങൾ സംഘടിപ്പിച്ച് പരിചയമില്ലാത്തവർ ഒത്തുകൂടിയതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ആളുകളാണ് കോക്രോച്ച് ജനതാ പാർട്ടിയിൽ അംഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള 2 കോടി ചെറുപ്പക്കാർ എന്നത് നാം ഓർക്കണം. പക്ഷേ അവർ 2 കോടി ഉണ്ട്. അവർ സംഘടിക്കാൻ തീരുമാനിച്ചാൽ, അവർക്കൊരു സംഘടിത രൂപം ഉണ്ടായാൽ അത് ചെറിയൊരു കാര്യമായിരിക്കില്ല. ഈ അസംഘടിത സ്വഭാവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അവരുടെ നേതാവിൻ്റെ വരവിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം. ഈ ഉദാഹരണത്തിന് അഭിജിത്ത് ഡിപ്കെ അമേരിക്കയിൽ നിന്നുമുള്ള വിമാനയാത്രയായിരുന്നു. എത്ര ദൈർഘ്യമുള്ള വിമാനയാത്രയാണ് അത് എന്ന് നമുക്കറിയാവുന്നതാണ്. മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഒരു വിമാനയാത്രയ്ക്ക് ശേഷം എയർപോർട്ടിൽ വന്നിറങ്ങിയ അഭിജിത്ത് ഡിപ്കെ, ജെറ്റ് ലാഗുമായി വന്നിറങ്ങുന്ന അഭിജിത്ത് ഡിപ്കെയ്ക്ക് ജൂൺ മാസത്തിലെ ഭീകരമായ ചൂടിൽ, വെയിലിൽ, ജന്തർ മന്ദിർ പോലെ തണലില്ലാത്ത ഒരു സ്ഥലത്ത് നേരെ വന്ന് വൈകുന്നേരം വരെ സത്യാഗ്രഹം ഇരിക്കാം എന്ന് വിചാരിച്ചത് തന്നെ അവർക്ക് ഇക്കാര്യത്തിൽ പരിചയമില്ലാത്തത് കൊണ്ടാണ്. മനുഷ്യസാധ്യമായ ഒരു കാര്യമായിരുന്നില്ല തളർച്ചയില്ലാതെ വൈകുന്നേരം വരെ അവിടെ ഇരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവസാന സമയമായപ്പോഴേക്കും അദ്ദേഹം ആകെ തളർന്ന് വീഴാൻ തുടങ്ങുകയും അദ്ദേഹത്തിന് അവിടെ നിന്ന് പിന്മാറേണ്ടി വരികയും ചെയ്തത്. ഈ ജന്തർ മന്ദിറിലെ സത്യാഗ്രഹത്തിന് ശേഷം അവർ നടത്തിയ പ്രസ് കോൺഫറൻസിൻ്റെ കാര്യം കൂടി പറഞ്ഞിട്ട് ഈ പോഡ്കാസ്റ്റ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ട്രെയിലർ മാത്രമാണ്, ഇതൊരു മുന്നോടി മാത്രമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ, ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 7 ദിവസത്തിനകം രാജിവെക്കുന്നില്ല എങ്കിൽ രാജ്യമാകമാനം ജനമുന്നേറ്റവുമായി കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യമാകമാനം ഒരു സമരം അലയടിക്കും എന്നാണ് ഇന്നലെ അവർ പറഞ്ഞിരിക്കുന്നത്. അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. 7 ദിവസത്തിനകം അത് സംഘടിപ്പിക്കാനുള്ള ശേഷി കോക്രോച്ചുകൾക്കില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. എൻ്റെ വിശ്വാസം ശരിയാകാം, തെറ്റാകാം. പക്ഷേ വലിയ സമരപാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും മാസങ്ങളോളം വേണം ഈ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുവാനെന്നത് നമുക്കറിയാവുന്നതാണ്.
7 ദിവസങ്ങൾ കൊണ്ട് രാജ്യത്താകമാനം എങ്ങനെ ഒരു സമരം അലയടിക്കും എന്ന് എനിക്കറിയില്ല. ഇന്നലത്തെ മീറ്റിങ്ങിൽ നിന്നും എനിക്ക് മനസ്സിലായത് അവർക്കതിനുള്ള സംഘടനാ സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അത് നമുക്ക് പ്രതീക്ഷിക്കുകയും വേണ്ട. എന്നാൽ ഇവരെ സംശയദൃഷ്ടിയാ കാണുന്ന സൈനിക്കുകളെ അപേക്ഷിച്ച് ഇവർക്കുള്ള ബലമെന്താണ്? ഇവർക്ക് ചരിത്രഭാരങ്ങളില്ല എന്നുള്ളതാണ്. കൗമാരക്കാരാണ് ഇവർ. ഇന്ത്യയിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രഭാരങ്ങൾ ചുമക്കാത്തവരാണ് ഇവർ. അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം കുത്തിയിരുന്ന് വർഷങ്ങളോളം പരീക്ഷയ്ക്ക് തയ്യാറായി പരീക്ഷാ ഹാളിലിരുന്ന് പരീക്ഷ എഴുതി കഴിയുമ്പോൾ അവരറിയുകയാണ് ചോദ്യക്കടലാസുകൾ നേരത്തെ ചോർന്നിരുന്നുവെന്ന്. അവരോട് പറയുകയാണ് 2 ആഴ്ചയ്ക്കകം വീണ്ടും വന്ന് പരീക്ഷ എഴുതണമെന്ന്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ +1ഉം +2ഉം പഠിക്കുന്ന വിദ്യാർത്ഥികളും ഈ രാജ്യത്തുള്ള ഇന്നത്തെ സാഹചര്യത്തെ എങ്ങനെ കാണും എന്നാണ് നാം കരുതേണ്ടത്. നമ്മളെപ്പോലെയുള്ള മുതിർന്നവർ കരുതേണ്ടത്. പാറ്റകൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. സിനിക്കുകൾക്ക് നഷ്ടപ്പെടുവാൻ അവരുടെ ചരിത്രഭാരങ്ങളുണ്ട്. പാറ്റകളുടെ വിശ്വാസനഷ്ടം ഒരു നരേന്ദ്രമോദിയിലോ ധർമ്മേന്ദ്ര പ്രധാനിലോ മാത്രമല്ല, പാറ്റകളുടെ വിശ്വാസനഷ്ടം ഈ രാജ്യത്തെ മുഖ്യധാര പ്രതിപക്ഷ പാർട്ടികളിലുമാണ് എന്നത് നമ്മെ ആശങ്കപ്പെടുത്തേണ്ടതാണ്. ഒരു സുപ്രഭാതത്തിൽ പാറ്റകളെ പോലെ ഇന്ത്യയിൽ ഉടലെടുത്ത ആം ആദ്മി പാർട്ടിയെപ്പോലും അവർ ഇന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വാസനഷ്ടത്തിൻ്റേതായ ഈ സമൂഹത്തിലേക്കാണ് 2.1 കോടി കൗമാരക്കാരും യുവാക്കളും കോക്രോച്ച് ജനതാ പാർട്ടിയിൽ അംഗങ്ങളായിട്ടുള്ളത്. ആ അനുയായി വൃന്ദം അത്ര വലുതാണ്. യുവപാറ്റകളും സിനിക്കുകളും എന്ന പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.